ശരി, അത് വളരെ പ്രധാനമാണ്. യോഗശേഷം വെള്ളാപ്പള്ളി എന്തു പറയുന്നു എന്നതും പ്രധാനമാണ്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഒരു ഐക്യ ആഹ്വാനം വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ച് അല്പം മുന്നോട്ട് പോയി പാതി വഴിയിൽ അത് പൊളിഞ്ഞ ഘട്ടത്തിൽ എന്താണ് സുകുമാരൻ നായർക്ക് നേരെ നടത്തിയ അധിക്ഷേപ പ്രതികരണം എന്നുള്ളത്. റോഷിപാൽ ഇപ്പോൾ SNDP യോഗം ചേരുകയാണ്. അതിനുശേഷം വെള്ളാപ്പള്ളി ഉറപ്പായും ഈ ഐക്യം വേണ്ട എന്ന തീർത്തു പറഞ്ഞുള്ള NSSന്റെ തീരുമാനത്തോട് പ്രതികരിക്കും. അത് കടുപ്പിച്ചുള്ള പ്രതികരണമാകാനുള്ള സാധ്യത എത്രത്തോളമാണ് റോഷിപാൽ? സ്മൃതി, ഏതായാലും ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഐക്യത്തിന്റെ കാഹളം അത് പൊളിയുന്ന ഒരു സാഹചര്യം. ഈ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ആ നിലപാടിന് അനുകൂലിക്കാതെ NSS മുന്നോട്ട് പോകുമ്പോൾ അതൊരു തിരിച്ചറിവിന്റെ ഭാഗമായി തന്നെ എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം ഇതിന് പിന്നിൽ ഒരു ഗൂഢ നീക്കം, ഒരു രാഷ്ട്രീയ നീക്കം വെള്ളാപ്പള്ളിയുടെ ഈ തീരുമാനത്തിന് അല്ലെങ്കിൽ ഐക്യത്തിന്റെ കാഹളം മുഴക്കുന്നതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന വൈകിയാണെങ്കിലും അത് NSSന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത്. കാരണം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടത്തുന്നു. പിന്നീട് ഐക്യത്തിന്റെ കാഹളം, സാമുദായിക ഐക്യത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നു. ആ സാമുദായിക ഐക്യത്തിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടുകൊണ്ടാണ് NSS ആ നീക്കത്തിന് പച്ചക്കൊടി കാണിച്ചതെങ്കിലും തുഷാർ വെള്ളാപ്പള്ളിയെ കളത്തിലിറക്കിയതോടെയാണ് കാര്യങ്ങൾ മറ്റൊരു രീതിയിലാണ് പോകുന്നതെന്ന് NSSന് സുകുമാരൻ നായർക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു തിരുത്തലിന് തയ്യാറാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവിടെ ഒരു സമ്മർദ്ദ ശക്തിയായി സമുദായ സംഘടനകൾ മാറുമെന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിരുന്നു. ശരി, അതിലാണ് ഇപ്പോൾ ഞങ്ങളില്ല എന്ന് NSS വ്യക്തമാക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കടുപ്പിച്ചായിരിക്കുമോ അതോ മയപ്പെടുത്തിയായിരിക്കുമോ അറിയാൻ അല്പം കൂടി കാത്തിരിക്കാം.